ഹായ്. ഓഫീസിൽ പോണതിന് മുമ്പായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. വേറെ ഒന്നുമല്ല, വൈകിട്ടൊന്നും പിന്നെ സമയം കിട്ടില്ല. അപ്പൊ സമയത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന ഒരു സാധനമാണ് സമയം. ഏറ്റവും വിലപിടിപ്പുള്ളതും സമയമാണ്. സമയം മാത്രം നമുക്ക് പൈസ കൊടുത്ത് മേടിച്ചാൽ കിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും സമയം മേടിച്ചേനെ. അപ്പോൾ ഈ സമയത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പല മോട്ടിവേഷൻ വഴിയിൽ ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സമയം വരും, നല്ല സമയം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന്. അത് കറക്റ്റാണ് ഒരു പരിധി വരെ. നല്ല രീതിയിൽ ഇപ്പോഴത്തെ ഓരോ സെക്കൻഡും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ നല്ല സമയം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർ ഓരോ സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കളയുന്നു, നശിപ്പിച്ച് കളയുന്നില്ല, ആ സമയത്തിന്റെ വില അറിഞ്ഞ് ജീവിക്കുന്നുണ്ട്. അതല്ലാതെ ഇപ്പോഴത്തെ സമയം ഈ പറഞ്ഞ പോലെ തന്നെ മര്യാദയ്ക്ക് യൂസ് ചെയ്യാണ്ട് പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യം ചെയ്യാണ്ട് നല്ല സമയം വരുമെന്നും പറഞ്ഞ് ഇരിക്കുവാണെങ്കിൽ അത് ഒരിക്കലും വരില്ല, അവിടെ ഇരിപ്പുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഓരോ സമയവും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ രാവിലെ തന്നെ ചെയ്ത് തീർക്കുക. അങ്ങനെ ആ ഒരു സമയത്തിന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പോവുക. എന്റെ കാര്യത്തിലാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവ് ടൈം മോർണിംഗ് ആണ്. ആ മോർണിംഗ് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള കാര്യങ്ങളൊക്കെ മോർണിംഗ് തന്നെ ചെയ്ത് തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സമയത്തിന് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ ടോപ്പിക്കാണ്, എന്നാലും ഞാൻ പറയാൻ പോകുന്നതാണ് സമയം എന്ന് പറഞ്ഞ സാധനം. പിന്നെ എത്രത്തോളം വിഷമിച്ചിട്ടൊന്നും അതിനെ തിരിച്ചു കിട്ടാൻ പറ്റില്ല. അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിൽ തന്നെ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ സമയത്തിന് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓരോ സമയവും വേസ്റ്റ് ആകരുത്, നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആകുക. അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ നല്ല